ടെക് ഹാക്ക് വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഷെരീഫ് കാർഡ് ടോക്കിയോ ടൈലിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് നാളായി യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ടൈലിനൊക്കെ അന്യമായ വില കൂടിയിട്ടുള്ളത്. ഷെരീഫ്ക്ക് ഇതുവരെ വില കൂട്ടിയിട്ടില്ല. ഇന്ന് ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്, വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. പുതിയത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് പഴയ റേറ്റിന് കൊടുക്കുന്നത് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്തേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ ഷെരീഫ് ഖാനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഷെരീഫ് ഖാ, ഏകദേശം 5-6 മാസം ആയല്ലേ വീഡിയോ? 5 മാസത്തിൽ മേലായി വീഡിയോ ചെയ്തിട്ട്. 2-3 മാസം മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ നടന്നിട്ടില്ല. ഷെരീഫ് ഖാ കാരണം അതാണ് അജിന് പോയി ഒരു 2 മാസം മുമ്പ്. പിന്നെ വില കൂടിയത്, അതെ വില കൂടിയ ഒരു അപ്ഡേറ്റ് എങ്ങനെ കൊടുക്കാൻ കഴിയില്ല. ഇന്നത്തെ ഡേറ്റ് എടുത്തിട്ട് ഞാൻ ഈ ഗോഡൌണിന്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. ഇന്നും പഴയതിന് വലിയ മാറ്റമൊന്നുമില്ല, അധികം റാക്കൊന്നും ഒഴിഞ്ഞിട്ടില്ല. സാധനങ്ങൾ നമ്മുടെ അടുത്ത് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട്. ഇന്നും സ്റ്റോക്കിന് ഒരു കുറവ് വന്നിട്ടില്ല. അപ്പൊ അന്നത്തെ വിലയിൽ നമ്മളൊരു മാറ്റവും വരുത്താൻ, അന്നത്തെ വിലയിൽ സ്റ്റോക്കുള്ള സാധനം നമ്മൾ ഇന്നും ഉണ്ടെങ്കിൽ പഴയ റേറ്റിന് റേറ്റ് കൂടിയെന്ന് വിചാരിച്ചു നമ്മളെ സാധനത്തിന് ഞാൻ റേറ്റ് കൂട്ടിയില്ല. പുതിയ വന്ന റേറ്റ് കൂടിയിട്ട് വന്ന സാധനത്തിന് മാത്രം ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട്. അല്ലാത്തത് പഴയ റേറ്റിന് തന്നെ ഞാൻ കൊടുത്തോണ്ടുണ്ട്. അത് ഇന്നും ഉണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്താം. റേറ്റിനെ പറ്റി തന്നെ ആദ്യം പറയാം. ഇത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഒന്നാമത് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് പെട്രോളിന്, ഡീസലിന്, ഗ്യാസിനൊക്കെ വില കൂടി. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കസ്റ്റമറാണല്ലോ നമ്മളിപ്പോൾ കറക്റ്റ് 4 വർഷമായി. പക്ഷെ അന്നും ഇന്നും നമ്മൾ റേറ്റിൻ്റെ കാര്യത്തിൽ പരമാവധി കോംപ്രമൈസ് ചെയ്തിട്ട് തന്നെ കൊടുക്കുന്നത്. ഒന്നാമത് സ്റ്റോക്ക് നമ്മുടെ അടുത്ത് നന്നായിട്ടുണ്ടായിരുന്നു. റേറ്റ് കൂടിയെന്ന് വിചാരിച്ചാൽ നമ്മുടെ അടുത്ത് സ്റ്റോക്കുകളിൽ നമ്മൾ റേറ്റ് കൂട്ടിയിട്ട് അതേ വിലക്ക് തന്നെ നമ്മൾ, പക്ഷെ അത് എത്രയും പെട്ടെന്ന് തന്നെ പരമാവധി തീർന്നു പോയിട്ടുണ്ട്. കാരണം കസ്റ്റമർ അത് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ഇബ്രാഹിം നമ്മളെന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു പരസ്യത്തിൽ നമ്മളൊരു ഗൾഫ് പരിപാടി അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള ഒരു ഓഫർ നമ്മൾ അന്നും ഇന്നും കൊടുത്തിട്ടില്ല. ചില കസ്റ്റമറെല്ലാം പെട്ടെന്ന് പുതിയ പുതിയ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഗൾഫിലേക്ക് യാത്ര അല്ലെങ്കിൽ വേറെ ടൂറ് പ്രോഗ്രാം, പക്ഷെ അതെല്ലാം നമ്മൾ ഈ മെറ്റീരിയലിന് വില കൂട്ടിയിട്ടില്ല നമ്മൾ ചെയ്തിട്ടുണ്ട്. ആരും അവരെ കയ്യിൽ നിന്ന് ചെയ്യില്ലല്ലോ. നമ്മൾ ഇന്നും 1 രൂപ കുറച്ച് കൊടുക്കാൻ പറ്റുമോ അത് കുറച്ച് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പ്രീമിയം ക്വാളിറ്റി അല്ലാത്ത ഒരു സാധനം ഇവിടെ അന്നും ഇന്നും വിറ്റിട്ടില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇന്ന് കൂടി ഇരിക്കുന്നത്. ഇന്ന് അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ 3ാമത്തെ ഷോറൂമാണ് തുറക്കാൻ പോകുന്നത്. അതായത് കുശാൽ നഗറിൽ 2ാമത്തെ ഓപ്പണായി, 3ാമത്തത് ഇനിയിപ്പോൾ പഴയങ്ങാടി അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അതിന് മുന്നേ ഉള്ളത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള കുറച്ച് പഴയത് ഉണ്ടായിരുന്നല്ലോ. ഏത് പണ്ടുണ്ടായില്ല കാസർഗോഡ്. അത് പിന്നെ ഇപ്പൊ നാഷണൽ ഹൈവേന്റെ ഇതുമായിട്ട് വന്നിട്ട് ആ ഷോപ്പ് പോയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ 3ാമത്തെ ഷോറൂമാണ് പഴയങ്ങാടിയിൽ ഓപ്പൺ ആക്കുന്നത്. ഇപ്പോഴും ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളെ ഗോഡൌൺ നമ്മളെ സെറ്റ് അതിനൊക്കെ അന്നും ഇന്നും കാണിച്ചിട്ടുണ്ട്. അത് അത്രയും ചെറിയ സെറ്റപ്പിൽ ചെറിയൊരു ഷോപ്പിൽ ചെറിയൊരു സെറ്റപ്പിൽ ഇങ്ങനെ താർപ്പായിട്ട് കൂട്ടി. അതുമല്ല അന്നുള്ള സ്റ്റാഫ് തന്നെയാണ് ഇന്നും എൻ്റെ അടുത്തുള്ളത്. ഒരാളെ പോലും ഞാൻ അധികം വെച്ചിട്ടില്ല. കാരണം എക്സ്പെൻസ് എത്രത്തോളം കുറക്കാൻ പറ്റും, എത്രത്തോളം എക്സ്പെൻസ് കുറച്ചിട്ട് എത്രത്തോളം ലാഭവും കുറച്ചിട്ട് ഞാൻ കൊടുക്കും. അതന്നെയാണ് എൻ്റെ കച്ചവടത്തിൻ്റെ രഹസ്യം. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. എത്രയോ ആൾക്കാർ നിങ്ങളെ കമൻറ്റിൽ തന്നെ നെഗറ്റീവ് കമൻ്റ് ഉണ്ടാവും, പക്ഷെ ഇവിടെ വന്നിട്ട് സാധനം എടുത്തവർക്ക് ഒരു നെഗറ്റീവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഷെരീഫ് ഖായുടെ ടൈല് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത സ്ഥലത്തുള്ള വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു 1.5 വർഷം കഴിഞ്ഞ വീട്ടിൽ റീസെന്റ് ആയിട്ട് ഇപ്പോൾ വിസിറ്റ് നടത്തിയിട്ട് പ്രശ്നം ഇല്ല. അപ്പോൾ അതാ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 3-3.5 വർഷം 4ാമത്തെ വർഷം അടുത്ത മാസത്തേക്ക് ആവുകയാണ്. വന്ന കസ്റ്റമർ 90% റിപ്പീറ്റാണ്. ഓരോ ആൾക്കാർ കെയർ ഓഫ് വീഡിയോനാക്കട്ടെ. ഇപ്പൊ 5 മാസമായി ഇബ്രാഹിം ഖാന്റെ വീഡിയോ ചെയ്യാത്ത 5 മാസമായി. പക്ഷെ നമുക്ക് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇതുവരെ നമുക്കൊരു കച്ചവടത്തിന് ഒരു ബാധിക്കുകയോ റേറ്റ് കൂടിയിട്ട് പോലും. പക്ഷെ ആൾക്കാർക്കുള്ള ഒരു വിശ്വാസം ഇതുവരെ സാധനത്തിന് പ്രീമിയം ക്വാളിറ്റി ഇല്ലാണ്ട് ഒരു സ്റ്റാൻഡേർഡോ കൊമേഴ്സിലോ ഞാൻ കൊടുത്തിട്ടില്ല. ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയും. ചിലപ്പോൾ ചില സാധനങ്ങൾ ബോക്സ് ഇല്ലാണ്ട് ഇവിടെ എത്തിയിട്ട് അങ്ങോട്ട് പറയും ഇത് ബോക്സ് ഇല്ലാത്ത പ്രോബ്ലം. പക്ഷെ മെറ്റീരിയൽ 100% ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി ഇന്നും പാലിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു കസ്റ്റമർക്ക് പോലും നമ്മൾ കൊടുത്ത സാധനം എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഒരു ഡാമേജോ ഉണ്ടായിട്ടില്ല. നോർമലി കൊണ്ടുപോകുന്ന സമയത്ത് പൊട്ടലോ ചീറ്റലോ ഉണ്ടാവും, അത് സ്വാഭാവികം. അല്ലാത്ത രീതിയിൽ ഇന്ന് വരെ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഈ പുതിയ വീഡിയോ ചെയ്യുന്നത്. ഇന്നും ഈ ഇവിടെ കാണുന്ന ഡിസ്പ്ലേകളിലൊക്കെ ഇവിടെ എല്ലാ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പറയലുണ്ട്. ഞാൻ 10,000-15,000 സ്റ്റോക്ക് ഇല്ലാത്തത് നിങ്ങൾക്ക് കാണിക്കൂല. നിങ്ങൾ എടുക്കുന്ന വീഡിയോ 10,000-15,000 സ്റ്റോക്ക് മിനിമം ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ വരുമ്പോൾ തന്നെ അവിടെ കണ്ടു നമ്മൾ കുറച്ചുകൂടി മറ്റേ ഇതിന്റെയൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഫുൾ ബോഡി ടൈലാ, വെറൈറ്റി കളർ വന്നിട്ടുണ്ട്. നമ്മളെ 15 mm തിക്നെസ് ഉള്ള ഫുൾ ബോഡി. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 50% ആണ് റേറ്റ് കൂടിയത്. 50%. കാരണം റോഡ് ട്രാൻസ്പോർട്ട്, ഷിപ്പിംഗ് ചാർജ്, കണ്ടെയ്നർ ചാർജ് കൂടാതെ നമ്മൾ മോർബിയിലുള്ള ടൈൽസിൻ്റെ റേറ്റ് 100 രൂപേൻ്റെ സാധനത്തിന് 150 രൂപ ഇന്ന് മാർക്കറ്റ് വില. നമ്മൾ മാക്സിമം വന്ന് ചിലപ്പോൾ 4 രൂപ 5 രൂപേൻ്റെ ഡിഫറൻറ്റാണ്, അല്ലെങ്കിൽ 6 രൂപ. അതിൻ്റെ അപ്പുറം നമ്മൾ കാരണം പരമാവധി ഞങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ബൾക്ക് പർച്ചേസ്, ഇപ്പോൾ 2 ഷോപ്പിലേക്കുള്ള പർച്ചേസ് ആയല്ലോ. കുശാൽ നഗർ ഇവിടെയും കൂടി ബൾക്ക് നേരെ ഡബിൾ പർച്ചേസായി. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്.
നമുക്ക് പിന്നെ പർച്ചേസ് അതുപോലെ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞല്ലോ, ആ. ഇനിയിപ്പോൾ പ്രൈസ് കുറഞ്ഞു വരികയാണെങ്കിൽ ശരി കുറച്ച് കൊടുക്കും 100%, യാതൊരു സംശയമില്ല. യാതൊരു സംശയവും കുറഞ്ഞു വരുന്നോ അന്ന് നാളെ കുറഞ്ഞു, നാളെ കുറച്ച് കൊടുക്കും. അതിൽ യാതൊരു ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ ജൂൺ 23. ഇബ്രാഹിം ഈ നമ്മൾ ഏകദേശം തീർന്നു. ഇനിയിപ്പം പ്രൈസ് കുറഞ്ഞു വരാനുള്ള ടൈം എടുക്കും. എന്തായാലും ഒരു എനിക്ക് കുറയുന്നുണ്ടെങ്കിൽ ഒരു 90% ചാൻസ് ഇല്ല. കുറഞ്ഞാൽ തന്നെ ആരും കുറക്കാൻ നിൽക്കൂല എന്നുള്ള കാര്യം അറിയാലോ. കൂടിയത് കൂടുന്നതല്ലാണ്ട് കുറയാൻ നമ്മളെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാം. എന്താ 100% നിങ്ങൾ ഇബ്രാഹിം ഖാനെ തന്നെ വിളിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റ് ഞാൻ പറയുകയും ചെയ്യും, മുട്ടുകയും ചെയ്യും. യാതൊരു കാരണം നമ്മൾ ആദ്യമേ ഒരു നിയത്താണ് ഇത് ചെറിയ ലാഭത്തിൽ ബൾക്ക് ബിസിനസ് ചെയ്യാം. അത് ഇതുവരെ സക്സസ് ആയിട്ടുണ്ട്. ഇനി അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുശാൽ നഗറിൽ പുതിയ ഷോറൂമിൻ്റെ ഇന്ന് നമ്മൾ പോയിട്ട് ചെയ്യും, ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പറ്റില്ല. കാരണം ഈ ഒരു ക്രൈസിസ് ഉണ്ടായ സമയത്താണ് നമ്മൾ അവിടെ ഓപ്പൺ ആക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമില്ല. കാരണം അവിടെ എല്ലാം നമുക്ക് പുതിയൊരു സ്റ്റോക്കാണ്. പുതിയ സ്റ്റോക്കിൽ നമുക്ക് ഈ പറഞ്ഞ വിലയിൽ. പക്ഷെ എന്നിട്ടും ഞാൻ ലാഭം ഇല്ലാന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഇവിടെ ഒരു പല കസ്റ്റമർ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരോട് അവിടെ ഒരു റേറ്റ് ഇവിടെ ഒരു റേറ്റ് എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു 2-3 മാസത്തേക്ക് ലാഭേ നോക്കുന്നില്ല, ആള് നോക്കുന്നില്ല. കാരണം ഞാൻ അവിടെ കച്ചവടം ചെയ്യാം. അപ്പം ഈ ഒരു ഗോഡൌണിലല്ലാതെ അവിടെയും ഗോഡൌൺ ആയിട്ട് തന്നെയല്ല ഇപ്പൊ സ്റ്റോക്ക്. നമ്മളെ പഴയ സ്ഥലത്തുള്ളത് ഇതിനെക്കാട്ടി കൂടുതൽ സ്റ്റോക്ക് അവിടെയാണ് കൂടുതൽ സ്റ്റോക്ക്. ഓവർലേ ഞാൻ ഒന്നിങ്ങനെ പ്ലേ ചെയ്ത് നമ്മുടെ പഴയ ഗോഡൌൺ അല്ല, അത് വിപുലീകരിച്ചിട്ട് വലുതാക്കിയിട്ടുണ്ട്. മുകളിലോളം മുമ്പ് ഷീറ്റ് ഇട്ടില്ല, താർപ്പായോട് പൊത്തലായിരുന്നു. അത്യാവശ്യം ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കസ്റ്റമർക്ക് കുറച്ച് ബോക്സ് ഉള്ളത് തന്നെ കൊടുക്കാം. കാരണം ചില സമയത്ത് മുമ്പൊക്കെ ബോക്സ് നനഞ്ഞു പോയി അല്ലെങ്കിൽ കീറിപ്പോയി എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ ഒരു ഫ്രഷ് അല്ലാന്നൊരു തോന്നില്ല ആൾക്ക്. ഇപ്പൊ ബോക്സ് എന്തെങ്കിലും ഡാമേജ് ആയ സാധനങ്ങൾ ഞാൻ വളരെ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം അത് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാനുള്ള സാധനങ്ങളുണ്ട്. അത് നമുക്ക് അവിടെ കാണാം. ഇപ്പോൾ നമ്മളെ പഴയ ഗോഡൗണിലൊന്ന് വിസിറ്റ് ചെയ്യുക. ഇപ്പോഴും ഞാൻ ഗ്രാനൈറ്റും കൂടി ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നില്ല, അതിന്റെ സ്റ്റോക്ക് നമുക്കൊന്ന് അപ്പുറം ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണിക്കാം. ഷെരീഫ് ഖാൻ, നമുക്ക് ഇവിടുന്ന് വീഡിയോ അവസാനിക്കുന്ന സമയത്തേക്ക് ഈ ഒരു ലൊക്കേഷനിൽ വീഡിയോ അവസാനിക്കും. അതായത് ഇവരെ ഗോഡൗണിൽ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്നായിരുന്നു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെ ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സെക്ഷൻ ചെറിയൊരു ഷീറ്റിട്ട് വാങ്ങണ്ട, അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ അവിടെയായി ഇവിടെയായി. ഇതിപ്പം വെറും ഗോഡൌൺ മാത്രമാണ്. ഇപ്പൊ ഇവിടെ നമുക്കിപ്പോ ഗ്രാനൈറ്റ് കൂടി വന്നിട്ടുണ്ട്. ഗാലക്സി ഉണ്ട്, ലെതർ ഉണ്ട്, ലെപ്പോത്ര ഉണ്ട്, GD ബ്ലാക്ക്, ഡാർക്ക് ബ്ലാക്ക്, എല്ലാ ഗ്രാനൈറ്റും ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 160 മുതൽ സ്റ്റാർട്ടിംഗ്. 160 മുതൽ 160, 240, 280 ആ റേഞ്ചിലേക്ക് പോകും വരും അല്ലേ? സൈസ് ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ആവശ്യത്തിനനുസരിച്ചുണ്ട്. വലുതും ചെറുതായിട്ടുള്ള സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് സ്റ്റെപ്പിന് വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ലെതർ ടൈപ്പ് ഉണ്ട്. അതായത് ഇത് വേസ്റ്റ് ആവാതെ സ്ട്രൈറ്റ് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. സ്ട്രൈറ്റ് 3 അടിക്കും 4 അടിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്. 4 അടിന്റെ വേറെ ഉണ്ട്, 4 അടിന്റെ ഉണ്ട്, 3 അടി ലെതർ ഡിസൈൻ. അതെ. പിന്നെ GD ബ്ലാക്കിലേക്ക് വന്ന സമയത്തേക്ക് തിക്നെസ് 17 mm മുതൽ 20-22 mm വരെയുള്ള തിക്നെസ് ഉള്ളത് വരുന്നുണ്ട്. അതപ്പോ നിങ്ങൾക്ക് സൈസും അങ്ങനെ തന്നെ 2 അടി, 2.5 അടി, 3 അടി സൈസുള്ള ലെങ്ത് ആണെങ്കിൽ 10 അടി വരെയുള്ള ഇത്രയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഗോഡൌണിന്റെ സെറ്റപ്പ് വരുന്നത്. പുതിയ കണ്ടെയ്നർ വന്നിട്ടുണ്ടല്ലേ? കണ്ടെയ്നർ ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടുണ്ട്, അപ്ഡേറ്റ് ആയി. കണ്ടെയ്നർ ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ആക്കുന്നില്ല. ഇവിടുത്തെ പഴയ ഫൂട്ടേജ് ഞാൻ ഏതായാലും കയ്യിൽ കാണിക്കാം അല്ലേ? പഴയ നിങ്ങൾ പഴയ ഉണ്ടാവുമല്ലോ, അന്നെങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതും കൂടി ഒന്ന് പ്രേക്ഷകർക്ക്. അതെ, പല ഷോപ്പുകളും ഇന്ന് കമ്പനികൾ മാറി ഓരോ 2 വർഷം 3 വർഷം കൂടുമ്പോൾ പുതിയ പേരിലാണ് ഓരോ ഷോപ്പ് ഇന്ന് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മളിത് അന്നും ഇന്നും ടോക്കിയോ തന്നെയാണ്, ഒരേ സ്ഥലമാണ്, ഒരേ ക്വാളിറ്റിയാണ്, ഒരേ റേറ്റ് ആണ്. അതെ, പരമാവധി റേറ്റ്. പ്രധാനപ്പെട്ടത് ഞാനൊക്കെ അന്നുള്ള കമന്റ് ഇന്നും ഞാനത് പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഫസ്റ്റ് വീഡിയോയില് 6 മാസം കൊണ്ട് 2 മാസം കൊണ്ട് പൂട്ടുന്ന നമ്മൾ വിശ്വസിച്ചെടുക്കാന്നുള്ളത്. ഇന്നിപ്പോ 3 വലിയ ഷോറൂം, എല്ലാ സെറ്റപ്പുള്ള വലിയ ഗോഡൌണും ഒക്കെ ആയി. പടച്ചോന്റെ അനുഗ്രഹം എല്ലാം കൊണ്ട് ഇങ്ങനെ ആയി ഇടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോ നിങ്ങളേതായാലും വന്ന് നോക്കുക. ഷെരീഫ് ഖാൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം സാധനം എടുത്താൽ, എപ്പോഴും പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സാധനം എടുത്താൽ. പിന്നെ എല്ലാത്തിന്റെയും ഗോഡൌണിൽ വന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി, ബ്രാൻഡ് ഇവിടെ തന്നെ നമ്മൾ എന്താണോ ഐറ്റം നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന സാധനം ഇവിടെ വന്നിട്ട് നേരിട്ടിട്ട് അവിടുത്തെ ഗോഡൌണിലുണ്ട്. ഇതേ സ്റ്റോക്ക് അവിടെ ഉണ്ട്. നമുക്ക് മെയിനായിട്ട് സ്റ്റോക്ക് ഈ ഭാഗത്താണുള്ളത്. ഇപ്പൊ ഈ 2 ഗോഡൌണും കാണിക്കാൻ കാരണം പലപ്പോഴും അവിടുന്ന് പറയുന്നത് തള്ളു എന്ന് പറയും. കാരണം പഴയ ഫുട്ടേജ് വേണമെങ്കിൽ കാണിക്കാൻ പറ്റും. നമ്മൾ ഇന്ന് ഇതേ ഡേറ്റിൽ ഇതേ ഡ്രസ്സ് ഇതേ കോസ്റ്റ്യൂമിൽ സെയിം ദിവസം വന്ന് എടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട്. ടൈലായാലും അതെ, ഗമ്മായാലും അതെ, ക്ലോസറ്റ്സ്, പിന്നെ സാനിറ്ററി വെയർ, എല്ലാ ഐറ്റംസും എല്ലാം ഉണ്ട്. നിറയെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സാധനം കിട്ടൂല, ഉണ്ടാവൂല, പല റേറ്റില്. നമ്മളെ പഴയ ഓഫീസാണ് അത് കാണുന്നത്. പഴയ സ്റ്റാർട്ടിങ് 3-4 വർഷം മുന്നേ ഉള്ള അവിടുന്നാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അവിടുന്ന് അതിന്റെ അകത്തുനിന്ന് ഡിസ്പ്ലേ വളരെ മിനിമൽ ആയിട്ടുള്ള സെറ്റപ്പിൽ തുടങ്ങിയതാണ്. പിന്നെ അന്ന് ഡെവലപ്പായി കൊണ്ടുപോകും. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ പ്രീമിയം ക്വാളിറ്റിയാണ്, ബ്രാൻഡ്, അതിന്റെ
കമ്പനീന്റെ എല്ലാ കാര്യങ്ങളും തന്നെ ബാച്ച് നമ്പർ പോലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. വ്യത്യാസമില്ലാണ്ട് ഇതിപ്പോ ഓരോരോ ഐറ്റവും നമ്മുടെ 1000 ബോക്സ് ഉണ്ട്. ഒരെണ്ണത്തിന് പോലും ബാച്ച് നമ്പറിൽ പോലും വ്യത്യാസം ഉണ്ടാവും. കാരണം ഒരു ഐറ്റം ഒരു കണ്ടെയ്നറാണ് വരിക. പിന്നെ ഈ ഇറങ്ങുന്ന കണ്ടെയ്നർ ഫുൾ ഒറ്റ ഡിസൈനാണ്. ഒരു ഡിസൈനാണ് സിംഗിൾ ഡിസൈൻ സിംഗിൾ സൈസ്. ഇപ്പോൾ ഒരാൾ വരുമ്പോൾ 2000 ഉള്ളൂ 3000 ഉള്ളൂ എന്നുള്ള മിനിമം 17,000-18,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഒരു ഐറ്റം. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഗോഡൌണിന്റെ ഭാഗത്ത് കാണിക്കാനുള്ളത്. പിന്നെ നമുക്കൊരു ക്ലോസറ്റ് ഒരു കോംബോ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് എന്നോട് കോൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ രണ്ട് കൂടി നമ്മളൊരു സ്പെഷ്യൽ നിങ്ങൾ വന്ന വകയിൽ എന്തെങ്കിലും വേണമെന്നുള്ളത് 5,500 ഇത് രണ്ടും കൂടി കൊടുക്കണം. നോർമലി ഈ ഒരു ക്ലോസറ്റിന് മാത്രം 6,900 റേറ്റ്. 1,900 രൂപയാണ് ഇതിന്റെ റേറ്റ്. അപ്പൊ രണ്ടും കൂടി ആകുമ്പോൾ 8,800 രൂപയോളം. അത് 5,500. അതിപ്പോ എത്ര പീരീഡ് വരെ ഉണ്ടാവും എനിക്ക് പറയാൻ പറ്റൂല. എന്നാലും അത്യാവശ്യം സ്റ്റോക്ക് ഡിസൈനിൽ ചിലപ്പോൾ ചെറിയ ഇതിന്റെ സെയിം ഇതേ ഡിസൈൻ ആയിരിക്കില്ല. 2-3 മോഡൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ബ്രാൻഡ് വരുന്നത് ഇവാന്റോ എന്ന് പറയുന്ന ബ്രാൻഡാണ്. 10 വർഷം വാറന്റി ഉണ്ട്. 10 വർഷം വാറന്റി ഉണ്ട്. സാധാരണ ജോൺസൺ സൊമാനി പോലുള്ള ബ്രാൻഡിന് എന്ത് വാറന്റി ഉണ്ടോ അതേ ഗ്യാരണ്ടി ഉണ്ട്. സെയിം ബ്രാൻഡിന്റെ മുകളിൽ വ്യത്യാസമേ ഉള്ളൂ. അതേപോലെ സൊമാനിന്റെ വാഷ് ബേസ് ഈ സാധനം 5,300 മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ കൊടുക്കുന്ന റേറ്റ് നമുക്ക് ഇന്ന് കൊടുക്കാം. അതായത് 48 രൂപക്ക് 5,300 പ്ലെയിൻ കളറും കൂടി ഉണ്ട്. ഈ ഒരു ഡിസൈനും ഈ രണ്ട് ഡിസൈൻ നമുക്ക് 48 രൂപ കൊടുക്കാം. ഇന്ന് ഈ യുദ്ധത്തിന്റെ ഈ ഒരു ക്രൈസിസിലും ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിയും കോസ്റ്റ് ആണ്. ഇത് സൂപ്പർ ഡിസൈൻ, നല്ല ഡിസൈൻ. കൊടുക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലോ, മോശമല്ലല്ലോ കൊടുക്കണ്ടേ. ഏറ്റവും നല്ലത് നല്ല വില കുറച്ചിട്ട് കൊടുക്കും. നല്ല വൃത്തിയുള്ള ഡിസൈൻ. നിങ്ങൾ വന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് പോയിക്കോട്ടെ. അപ്പോൾ തന്നെ ഷെരീഫ് ഖാനോട് നിങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കും, ഒരു കൊട്ടേഷൻ എടുക്കുക. അതെ. പിന്നെ ഷെരീഫ് ഖാന്റെ ലൊക്കേഷൻ നമ്മളൊന്ന് പറയാം. ഈ ഒരു ലൊക്കേഷൻ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ബാവപ്പറമ്പ് ചൊർക്കള റോഡിന്റെ അടിയിലായിട്ടുള്ള ഒരു സ്ഥലമാണ് മഞ്ചാൽ എന്ന് പറയും. മഞ്ചാൽ എന്ന് ഈ പ്രോപ്പർ സ്ഥലത്തിന്റെ പേര് വരിക. ഇവിടെ ഒരു ഫാത്തിമ മസ്ജിദ്, ഒരു പെട്രോൾ പമ്പ് ഒക്കെ കാണാൻ വേണ്ടി ലൊക്കേഷൻ ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. പിന്നെ ഷെരീഫ് ഖാന്റെ നമ്പർ കൂടി കൊടുക്കാം. പിന്നെയുള്ളത് ഇതാണല്ലേ 6,4 ഇത് എത്ര കൊടുക്കുന്നത്? അത് കൊടുക്കുന്നത് 49. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ എത്രയോ കാലം മുമ്പേ വിറ്റ ഒരു റേറ്റ് ആണ്. 59 അതെ അതെ. നമ്മൾ കുറച്ച് 54-55 വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ശരിക്കും ഈ പ്രീമിയം ക്വാളിറ്റി നമ്മളെ മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 80-85 ഒക്കെയാണ്. 6,4 റേറ്റ് വരുന്നത് മിനിമം 80-85 ഒക്കെയാണ് റേറ്റ്. പക്ഷെ ഞാൻ ഇപ്പം ഇന്ന് ഇടാം ഒരു സ്പെഷ്യൽ എന്നുള്ള നിലയിൽ സ്റ്റോക്ക് തീരുന്നത് വരെ ഒരു 3 ഡിസൈൻ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. 49 കൊടുക്കും. വെറും 49 രൂപ. പ്രീമിയം ക്വാളിറ്റി ആണ്. ക്വാളിറ്റിയിൽ യാതൊരു കുഴപ്പമില്ല. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല ഏകദേശം? ഞാൻ പറഞ്ഞ എന്തായാലും 10,000-ന് സ്ക്വയർ ഫീറ്റ് ഇപ്പം നിലവിലുണ്ട്. ഇതിപ്പം പിന്നെ ഇതിന് പറഞ്ഞിടത്തോളം ബെഡ്റൂം അങ്ങനെ ഹാളുകളിലെ മെയിൻ ആയിട്ട് ആൾക്കാർ സെൻട്രൽ ഹാള് അങ്ങനെ സിറ്റ് ഔട്ട്, ബാക്കിയുള്ളത് വേണമെങ്കിൽ 5-3 സെയിം ഡിസൈൻ 5-3 4-2 പോവാം. അതേപോലെ തന്നെ ഇത് അതേ റേറ്റിലേക്ക് വരുന്ന ഒരു സാധനമാണ് ഇതൊന്നും അല്ലേ. അപ്പൊ നമുക്ക് അവിടെ നോക്കിയത് 5-3 അപേക്ഷിച്ചിട്ട് 1 രൂപ നിങ്ങൾ കൂടുതൽ 6,4 കിട്ടും. ഇതിന്റെ തൊട്ടുള്ള ഡിസൈൻ ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്. മുന്നേ നമ്മൾ 59 വിറ്റോണ്ടിരുന്ന അന്നത്തെ സമയത്ത് നിങ്ങൾ പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത് നമ്മള് ഇത് പൊടിയൊക്കെ ആയിട്ട് പെട്ടെന്ന് കാണൂല. അതന്നെ ഇത് ഫസ്റ്റ് ഫ്ലോറിലെ സിറ്റ് ഔട്ടിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ലോണം മൂവിംഗ് അതുകൊണ്ടാവും. അപ്പൊ ഇങ്ങനെ 1, 2, 3 ഡിസൈൻ 6,4 ഇന്ന് സ്റ്റോക്ക് 9 രൂപക്ക് 6,4 ഏറ്റവും മിനിമം ഒരു 60-70 ഡിസൈൻ പുതിയ മോഡൽ തന്നെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ എണ്ണിട്ട് ഞാൻ ഓരോ ലൈന് കാണിച്ചില്ല. നിങ്ങൾ അവിടെ വരെ പോകുമ്പോൾ ആ ഡിസ്റ്റൻസ് നോക്കിക്കോ. ആ ഡിസ്റ്റൻസ് കണ്ടാൽ ബുക്ക് മാച്ച് കാര്യങ്ങളൊക്കെ ക്വാണ്ടിറ്റി ഉണ്ട്. എല്ലാ തന്നെയാണ് എല്ലാ സ്റ്റോക്കുള്ളത്. പിന്നെ അതേപോലെ തന്നെ 6-2 സൈസ് എനിക്ക് പറയാനുള്ളത്. പിന്നെ 6-2 ഒരു സൈസ് ഉണ്ട്. അതും ഞാൻ നല്ല പ്രൈസിനാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് 45 രൂപ. 45 രൂപ 5 രൂപക്ക് 6-2 ഏറ്റവും കൂടുതൽ പോകുന്നത് ഇപ്പൊ കിച്ചന്റെ വാളിലേക്ക്. അതാണ് സിംഗിൾ പീസ്. കാരണം ജോയിന്റ് ഇല്ല, ജോയിന്റ് ഫ്രീ ബോക്സിംഗ് കൂടി ചെയ്ത് ഞാൻ വേണമെങ്കിൽ അതിന്റെ ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് വേണമെങ്കിൽ കാണിച്ചു തരാം. 45 അതും സ്റ്റോക്ക് തീരുന്നത് വരെ മിനിമം ഒരു 40,000 മേലെ സ്റ്റോക്ക് ഉണ്ട്. സ്ക്വയർ ഫീറ്റ് ഓരോ ഡിസൈൻ അല്ല, മൊത്തത്തിൽ ഒരു 4-5 ഡിസൈൻ കൂടി 10-40. കാരണം വാളിലേക്ക് അത്രയല്ലേ പോകണ്ടു. അതെ. നമുക്ക് മെയിൻ ഫ്ലോറിലേക്കല്ല അധികം ഫ്ലോറിലേക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ ഏറ്റവും ബെറ്റർ കിച്ചൺ വാളിന് ബാത്റൂം വാളിലേക്കും. കാരണം ഒരേ ലൈനിലായിട്ട് ഇങ്ങനെ കാണാനും ഭംഗിയുണ്ട്. ഇത് ഇത്രയും ഡിസൈൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഡിസൈൻ ഇപ്പൊ നിലവിലുണ്ട്. ഇതില് തേക്ക് മാറ്റിന്റെ ലുക്ക് ഉള്ളതുണ്ട്. പിന്നെ ഗ്ലോസി വൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്മോക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഗ്ലോസി മാറ്റും എല്ലാം ഒരേ റേറ്റ് ആണ്. ഒരേ റേറ്റ് 45 രൂപ. എല്ലാം പ്രീമിയം ക്വാളിറ്റി. 45 ആണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്. 6-2 സൈസ്. 6-2 4-2 അല്ല 6-2. ഇന്ന് മാർക്കറ്റില്
4.2 പോലും ആ റേറ്റിന് കിട്ടാനില്ല. കിട്ടാനില്ല. 55 മുതൽ 55-60 രൂപയല്ലാന്ന് മാർക്കറ്റിൽ റേറ്റ്. നമ്മളെ റേറ്റ് അത്രയല്ല, പക്ഷെ ഞാനത് പറയുന്നില്ല. ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു ബന്ധു പോയിട്ട് ഞാൻ ഇപ്പൊ കൊട്ടേഷൻ എടുത്തിട്ട് ഈ യുദ്ധത്തിന് മുമ്പ് കൊട്ടേഷൻ എടുത്ത റേറ്റിൽ 20 രൂപ കോടി എന്ന് പറഞ്ഞിട്ട് എടുക്കാണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാം. നമ്മളിപ്പോ 4.2 റേറ്റ് ഞാൻ എടുത്ത് പറയുന്നില്ല. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന റേറ്റ് ചെറിയൊരു ഡിഫറൻസ് ഞാൻ കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. പിന്നെ ഷെരീഫ് ഈ യുദ്ധത്തിന്റെ സമയമൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ആരും ടൈലിന്റെ വീഡിയോ ആരും തന്നെ ചെയ്യാൻ പറ്റൂല. എന്ത് 20 രൂപ 25 രൂപ മാർജിൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ആർക്കാ ചെയ്യാൻ പറ്റാ? പഴയ വീഡിയോ കണ്ടിട്ട് ചിലപ്പോ ആൾക്കാർ ഷോപ്പിലേക്ക് ഇവര് പെട്ടുപോകും. ഇപ്പൊ ഷെരീഫ് ഖാനെ സംബന്ധിച്ചിടത്തോളം പഴയ വീഡിയോന്റെ റേറ്റ് കൂടി ഉണ്ട് ഇവിടെ ഉണ്ട്. ആ പഴയ വീഡിയോന്റെ റേറ്റുള്ള സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ അടുത്ത് അത്യാവശ്യം ഉണ്ട്. പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതിന് വലിയ ഒരുപാട് വില വ്യത്യാസമൊന്നുമില്ല. അവിടെ കൂടിയിട്ടുള്ള ആ റേറ്റിന്റെ ഡിഫറൻറ്റ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ ഇബ്രാഹിം നേരത്തെ ചോദിച്ചു മൊത്തം വീട്ടിലേക്ക് എടുക്കുന്നതിന് അത്രക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്കിപ്പോൾ 2.2 ടൈലാണെങ്കിൽ 39,000 രൂപക്ക് ഒരു വീട്ടിലേക്കുള്ള മൊത്തം ടൈൽ കൊടുക്കാം. മൊത്തം പറയുമ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ്? 1050 സ്ക്വയർ ഫീറ്റ്. മൊത്തം ഒരു വീട്ടിലേക്കുള്ള 1050 സ്ക്വയർ ഫീറ്റിന് 39,000 രൂപക്ക് ഞാൻ കൊടുക്കും. 1050 എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ ഏരിയയിലേക്കുള്ള? അതായത് സെൻട്രൽ ഹാള്, 2 ബെഡ്റൂം, ഒരു സെൻട്രൽ ഹാള്, ഒരു കിച്ചൺ ഫ്ലോർ, 2 ബാത്റൂം, പിന്നെ സിറ്റ് ഔട്ടിലുള്ള സ്റ്റെപ്പ്, കിച്ചണിന്റെ ഒരു വാളും, കിച്ചൺ വാള്, സ്റ്റെപ്പ് 1050 സ്ക്വയർ ഫീറ്റ്. ഒരു 1050 സ്ക്വയർ ഫീറ്റ് ടോട്ടൽ വരുന്നത് ഇത്ര ഐറ്റത്തിന് ഞാൻ 2x2 ടൈല് കൊടുക്കും 39,000 രൂപ. അങ്ങനെ നോർമൽ റേറ്റുള്ള സാധനങ്ങൾ മുതൽ നമ്മുടെ അടുത്ത് ഉണ്ട്. അതിപ്പോ ഇപ്പം കൊടുക്കും. അത് ഞാൻ ഓഫറായിട്ട് പറയുന്നില്ല. വിട്രിഫൈഡ്, ഞാൻ സെമി വിട്രിഫൈഡ് നമ്മളെ പോർസിലിൻ ബോഡി ഞാനിതൊരു ഓഫറായിട്ട് കൊടുക്കുന്നതല്ല കേട്ടോ. സ്ഥിരമായിട്ട് ഞാൻ കൊടുക്കുന്നതന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 1050 സ്ക്വയർ ഫീറ്റ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. പല ഡിസൈൻസ് ഉണ്ട്. ഏകദേശം ഒരുപാട് ഡിസൈൻസ് നോക്കിയിട്ട് വന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഷെരീഫ് ഖാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ താല്പര്യമുള്ളവർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും പരിചയക്കാരെങ്കിലും വീട് എടുക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ കാണിച്ചിട്ട് ഷെരീഫ് ഖാൻ്റെ ഇവിടത്തേക്ക് ഒന്ന് വന്ന് നോക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഏതായാലും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി ഷെരീഫ് ഖാൻ വീഡിയോ ഇത്രയും പറഞ്ഞതിന് നന്ദി. ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയം വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.